മാന്യ പ്രേക്ഷകർക്ക് മോട്ടീവ് സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടിച്ചെടുത്ത് കയറ്റാൻ കൊള്ളില്ലാത്ത ആളുകളുടെ ലക്ഷണം. ചാണക്യനീതി പ്രകാരം ഒരാൾ വീട്ടിൽ കയറ്റാൻ പാടില്ലാത്തതോ ഒഴിവാക്കേണ്ടതോ ആയ ആളുകളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ പല സന്ദർഭങ്ങളിലായി നൽകുന്നുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ അപകടകരമായ ആളുകളുടെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചാണക്യനീതിയിൽ പറയുന്ന ഒഴിവാക്കേണ്ടതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതോ ആയ ചിലതരം ആളുകളുടെ ലക്ഷണങ്ങളും അതിനോട് ബന്ധപ്പെട്ട ചാണക്യവചനങ്ങളും ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഒന്നാമതായി ചാണക്യൻ പറയുന്നു, ദുഷ്ടബുദ്ധിയുള്ള സുഹൃത്തുക്കൾ. ദുഷ്ട സ്വഭാവമുള്ള സുഹൃത്തുക്കൾ ഉള്ളിൽ വിഷം വെച്ച് പുറമേ മധുരം സംസാരിക്കുന്നവരാണ്. അവർ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പതുക്കെ നാശത്തിലേക്ക് നയിച്ചേക്കാം. ചാണക്യവചനം: ദുർജനസ്യ ച സംസർഗം ത്യാജേത് സദാ. ഇതിൻ്റെ അർത്ഥം, ദുഷ്ടനായ ഒരാളുടെ കൂട്ടുകെട്ട് എപ്പോഴും ഉപേക്ഷിക്കണം. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുകയും നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ ഈ വിഭാഗത്തിൽ പെടും. ഒരു ദുർജന സുഹൃത്ത് എപ്പോഴും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കൂടെ നിൽക്കുകയും അവർക്ക് അവസരങ്ങൾ വരുമ്പോൾ നിങ്ങളെ ഒറ്റിക്കൊടുക്കുകയും ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങളിൽ നിന്നും അകറ്റി തന്നെ നിർത്തുക. ഇനി രണ്ടാമതായിട്ട് ചാണക്യൻ പറയുന്നു, അത്യാഗ്രഹിയായ ആളുകൾ. അമിതമായ അത്യാഗ്രഹമുള്ള ആളുകൾ എപ്പോഴും പണത്തിനും വസ്തുക്കൾക്കും വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ മടിക്കില്ല. അവരുടെ പ്രധാന ലക്ഷ്യം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമായിരിക്കും. ചാണക്യവചനം: ലുബ്ധമർദ്യേന ഗ്രഹണീയാത്. ഇതിൻ്റെ അർത്ഥം, അത്യാഗ്രഹിയെ പണം നൽകി, അതായത് തൽക്കാലത്തേക്ക് സ്വന്തം വരുതിയിൽ നിർത്താൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇവരെ വിശ്വസിക്കരുത് എന്നൊരു ധ്വനി കൂടി ഇതിനുണ്ട്. ഒരു ഉദാഹരണം: നിങ്ങളുടെ വീട്ടിൽ പണത്തിനു വേണ്ടിയോ മറ്റു നേട്ടങ്ങൾക്ക് വേണ്ടിയോ മാത്രം ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അത് ലഭിക്കാതെയാകുമ്പോൾ നിങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന വ്യക്തികൾ. ഇവരെ നിങ്ങൾ സൂക്ഷിക്കണം. മൂന്നാമതായിട്ട് ചാണക്യൻ പറയുന്നു, മര്യാദയില്ലാതെ സംസാരിക്കുന്നവർ. മറ്റുള്ളവരോട് വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്നവരെയും മുതിർന്നവരെ അപമാനിക്കുന്നവരെയും ഒഴിവാക്കണം. അത്തരമൊരു വീട്ടിൽ ഒരിക്കലും ഐശ്വര്യം നിലനിൽക്കില്ല. ചാണക്യവചനം: നിഷ്ഠൂര ഭാഷിണീം ച. ഇതിൻ്റെ അർത്ഥം, പരുഷമായി സംസാരിക്കുന്നവരെ ലക്ഷ്മീദേവി ഉപേക്ഷിക്കുന്നു. ഉദാഹരണം: കാരണവന്മാരെ ബഹുമാനിക്കാതിരിക്കുക, വീട്ടിലെ മറ്റുള്ളവരെ ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക, വഴക്കുകൾ ഉണ്ടാക്കുക എന്നിവയെല്ലാം ഈ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത്തരത്തിലുള്ള വ്യക്തികളെ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അകറ്റി തന്നെ നിർത്തുക. നാലാമതായിട്ട് ചാണക്യൻ പറയുന്നു, മടിയന്മാരും ശുചിത്വമില്ലാത്തവരും ദിവസവും ശുചിത്വം പാലിക്കാത്തവരും സൂര്യോദയത്തിനു ശേഷവും ഉറങ്ങുന്ന മടിയന്മാരും ദാരിദ്ര്യത്തിലേക്കായിരിക്കും പോകുന്നത്. ലക്ഷ്മീദേവി അത്തരക്കാരെ കൈവെടിയുമെന്നും ചാണക്യൻ പറയുന്നു. ദന്തമല്ലോപധാരിണം ബഹവാസിനം സൂര്യോദയെ ചാസ്തമിതേ ശയനം വിമുഞ്ചതി സ്ത്രീ. ഇതിൻ്റെ അർത്ഥം, പല്ലുകൾ വൃത്തിയാക്കാതെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന, സൂര്യോദയത്തിനും സൂര്യ അസ്തമയത്തിലും ഉറങ്ങുന്നവരെ ലക്ഷ്മീദേവി ഉപേക്ഷിക്കുന്നു. ഉദാഹരണം: വൃത്തിയില്ലാതെ വസ്ത്രം ധരിച്ച് നടക്കുന്നവരും ഉഴപ്പൻ സ്വഭാവമുള്ളവരും ഈ കൂട്ടത്തിൽ വരുന്നു. ഇവരുടെ കൂട്ടുകെട്ട് മറ്റുള്ളവരെയും മടിയന്മാരാക്കി മാറ്റാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരക്കാരെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക. അഞ്ചാമതായിട്ട് ചാണക്യൻ പറയുന്നു, രഹസ്യങ്ങൾ പുറത്തു പറയുന്നവർ. ഒരു വ്യക്തിയുടെ സ്വകാര്യമായ കാര്യങ്ങളോ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളോ സ്വന്തം ദൗർബല്യങ്ങളോ മറ്റൊരാളോട് പറയുകയും അത് പരസ്യമാക്കുകയും ചെയ്യുന്നവരെ വിശ്വസിക്കാൻ പാടില്ല. ചാണക്യവചനം: സ്വഭാവം നൈവ മുഞ്ചതി. ഇതിൻ്റെ അർത്ഥം, ദുർഗുണങ്ങൾ ഉള്ളവർ, അതായത് സ്വന്തം സ്വഭാവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഉദാഹരണം: സ്വന്തം വീട്ടിലെ വഴക്കുകൾ നാട്ടുകാരോട് വിളിച്ചു പറയുക, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവില്ലാതെ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക എന്നിവയൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ്. അത്തരക്കാർ നിങ്ങളുടെ രഹസ്യങ്ങളും പരസ്യമാക്കും. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ
തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക. ഇനി 6-ാമതായിട്ട് ചാണക്യൻ പറയുന്നു, ബുദ്ധിഹീനനായ ശിഷ്യനെ ഉപദേശിക്കുന്നവർ ബുദ്ധി ഉപദേശിക്കുമ്പോൾ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ദോഷകരമാണ്. കാരണം അത്തരക്കാർ ഉപദേശകനെ പോലും ബുദ്ധിമുട്ടിലാക്കുകയേ ഉള്ളൂ. ചാണക്യൻ പറയുന്നു, ബുദ്ധിഹീനനായ ശിഷ്യനെ ഉപദേശിക്കുന്നതിലൂടെയും ദുസ്വഭാവിയായ ഭാര്യയെ സംരക്ഷിക്കുന്നതിലൂടെയും ദുഃഖിതരുമായി അധികം സൗഹൃദം സ്ഥാപിക്കുന്നതിലൂടെയും പണ്ഡിതന്മാർ പോലും ദുഃഖത്തിലാകുന്നു. ഉദാഹരണം നോക്കാം. എത്ര നല്ല ഉപദേശം നൽകിയാലും അത് തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയും ഉപദേശിച്ച ആളിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾ. ഇത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നും എപ്പോഴും മാറി നിൽക്കുക. 7-ാമതായിട്ട് ചാണക്യൻ പറയുന്നു, ധാർമ്മികത ഇല്ലാത്തവർ. ധാർമ്മികത, ധർമ്മം, നല്ല പെരുമാറ്റം എന്നിവയ്ക്ക് വില കൽപ്പിക്കാത്ത ആളുകളുടെ കൂട്ടുകെട്ട് ഒരു വ്യക്തിയെ മോശം ശീലങ്ങളിലേക്ക് നയിക്കുന്നു. ചാണക്യവചനം: ധർമ്മരഹിതം തഥാ. ഇതിന്റെ അർത്ഥം ധർമ്മമില്ലാത്ത സ്ഥലവും അതേപോലെ ആളുകളും എല്ലാം തന്നെ ഉപേക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഉദാഹരണം, സത്യസന്ധതയില്ലാത്ത, മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ നടക്കുന്ന ആളുകൾ. ഒരു വ്യക്തിയോട് കള്ളം മാത്രം പറഞ്ഞ് അവരെ കൂടെ നിന്ന് ചതിക്കുന്നവർ. ഇത്തരത്തിലുള്ള വ്യക്തികളെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. ചാണക്യനീതിയിൽ പറയുന്നു, ഈ ഉപദേശങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിനും സമാധാനത്തിനും വേണ്ടി ചാണക്യൻ നൽകിയ മാർഗനിർദ്ദേശങ്ങളാണ്. മോശമായ കൂട്ടുകെട്ടുകൾ ഒരു വ്യക്തിയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുമെന്നും നല്ല ആളുകളുമായി മാത്രമേ ബന്ധം സ്ഥാപിക്കാവൂ എന്നുമാണ് ഇതിൻ്റെ എല്ലാം സാരം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.